രക്ഷകായേശുവേ ഇത്രമാം സ്നേഹം നീ തന്നതാ ഇത്ര നല്ല രക്ഷകായേശുവേ ഇത്രമാം സ്നേഹം നീ തന്നതാ എന്തു ഞാൻ നൽകിടും തുല്യമാ കർത്താവിന്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വാത്സല്യ കൂടാരത്തിന്റെ കീഴിൽ കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ഒരുക്കിത്തുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിദാസൻ ദൈവത്തിൽ സ്തോത്രം ചെയ്തു. ദാസനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്വമേറിയ മുൻപിൽ അധ്വാനിക്കുന്ന അതിശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരുടെ നീണ്ടനിര ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ വേലയിൽ ഓർത്തായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിവിധ ഡിനോമിനേഷനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ദൈവദാസന്മാരാണ് ഇവിടെ എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ വാത്സല്യ ഭവനം ഇപ്രകാരം ഒരു കൂടിവരവ് ക്രമീകരിക്കാൻ ഇവിടെയായി തീർന്നല്ലോ. വാത്സല്യ കുടുംബത്തിൻ്റെ ആ നല്ല ഉദ്യമത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെയും പ്രിവേൽമെൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ഉപവാസ പ്രാർത്ഥന ഇവിടെ നടന്നപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പൊന്നൻ പാസ്റ്ററിൻ്റെ സഹോദരൻ പ്രിയ ആൻറ്റി ഒരു സാക്ഷ്യവാചകമെന്നോണം ഇവിടെ ഓർമ്മിപ്പിച്ച കാര്യം ഞാൻ വീണ്ടും ഒന്ന് ഓർക്കുകയാണ്. കർത്താവിൻ്റെ ദാസനും ദാസിയും ഒക്കെ പ്രവർത്തനം കഴിഞ്ഞു. ഈ ഭവനത്തിൻ്റെ മുൻപിലെ റോഡ് സൈഡിൽ വന്നു നിന്ന് ഈ ഭവനത്തെ നോക്കി കർത്താവ് ഈ ഭവനത്തെ വേർതിരിച്ചാൽ അനുഗ്രഹമായിരിക്കുമല്ലോ എന്ന് ഓർത്ത ഭവനത്തെ നോക്കി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ദൈവം കേട്ട് ഈ ഭവനത്തിൻ്റെ അകത്തലത്തിൽ കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തിയെന്ന സാക്ഷ്യം കേട്ടപ്പോൾ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവം കർത്താവിൻ്റെ വാഗ്ദത്തം പോലെ ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിൽ ദൈവം ദേശത്ത് നിലനിർത്തിയിരിക്കുന്നു. ഇപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടിവരവ് നടത്തുവാൻ തക്കവണ്ണം തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തുന്നല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി വാത്സല്യ കുടുംബം ഒത്തിരി ഒരുങ്ങുന്നുണ്ട്. ഒരു മാസത്തിലെ ഒരുക്കമാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് കടന്നു വന്ന ദൈവസന്നിധിയിലായി പരിടയായി തീർന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും പാട്ടിനും പ്രസംഗത്തിനും വേണ്ടി മുന്നേറെ പ്രാർത്ഥിച്ച് ഓരോ ദൈവമക്കളെ അത് ഏൽപ്പിച്ച് പാടുവാനുള്ള പാട്ടെല്ലാം വാട്സാപ്പിലിട്ട് വളരെ ഒരുക്കത്തോടുകൂടി ഈ മീറ്റിങ്ങിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വാത്സല്യ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അധികമായ പ്രതിഫലം കൊടുത്ത് ദൈവം മാനിക്കേണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വ്യത്യസ്തമായ ഡിനോമിനേഷനിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരും ദൈവമക്കളും കൂടി വന്നിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ പ്രത്യേക ഒരു ഭവനത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു വേദഭാഗം അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും
ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാലേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് നോക്കി എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഈ വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കർത്താവിന്റെ വിശുദ്ധന്മാർ പലതവണ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളും അതിൽ നിന്ന് ശുശ്രൂഷ അനുഭവിക്കാനിടയായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാനും ഈ വേദഭാഗമാണ് ദൈവ കൃപയിൽ ആശ്രയിച്ച് വായിപ്പാനിടയായി തീർന്നത്. ഇതിൽ നിന്ന് ദൈവം നമ്മോട് ഇടപെടുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്തൃപാത്രത്തിലായിരിക്കാം. ലൂക്കോസ് 19 അധ്യായം സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സക്കായിയെ കുറിച്ച് ഇവിടെ പറയുന്നത്, സക്കായി ധനികനാണ്, നാട്ടിലെ പ്രമാണിയാണ്. അപ്പോൾ തന്നെ കേട്ടത് അവൻ അംഗീകരിച്ചില്ല. അവൻ കണ്ണുകൊണ്ട് കണ്ട് അംഗീകരിക്കാൻ തീരുമാനമെടുത്തവനാണ്. അപ്പോൾ തന്നെ വചനം പറയുന്നു, ജീവിതത്തിലെ തൻ്റെ ന്യൂനത തൻ്റെ എടുത്ത തീരുമാനത്തിൽ നിന്ന് തന്നെ പുറകോട്ട് വിട്ടില്ല. മാത്രമല്ല, ധനികനും പ്രമാണിയുമായിരുന്ന തനിക്ക് യേശുവിനെ നേരിട്ട് കാണുന്നതിന് അതൊന്നും ഒരു തടസ്സവും അല്ലായിരുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവം ഇത്രമാത്രം പ്രാധാന്യമുള്ള, ഇത്രമാത്രം വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് സക്കായി. അവിടെ വചനത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്, തൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂനത ഉള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് താൻ വളരെ വ്യക്തമായി കേൾപ്പാൻ തക്കവണ്ണയായി. യേശുവിനെ കുറിച്ച് വ്യക്തമായി കേട്ടു എന്ന കാരണത്താൽ താനത് വിശ്വസിച്ചില്ല. മറിച്ച് കേട്ടതും നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇത് രാത്രിയിൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുന്നത് ജീവിതത്തിൽ സ്വന്തമായിട്ട് അനുഭവിച്ചറിയുവാൻ, അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സക്കായി. ഇന്ന് രാത്രിയിൽ നാം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം, വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കാൻ തക്കവണ്ണം ഇവിടെയായി തീരട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് മറ്റാരും പറഞ്ഞു തരുന്നതല്ല, മറിച്ച് വ്യക്തിപരമായി ദൈവം നല്ലവരാണെന്ന് അവനവൻ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ആ ഒരു ഉദ്യമത്തിന് വേണ്ടിയാണ് സക്കായി എന്ത് ചെയ്തത്? താൻ ബന്ധപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. പ്രധാനം വായിക്കുന്ന ഇപ്രകാരമാണ്, താൻ വളർച്ചയിൽ കുറുകിയവനായിരുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവജനമേ, വലിയ പുരുഷാരത്തിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ജനം കടന്നു പോകുമ്പോൾ തന്റെ ശരീരത്തിലുള്ള ന്യൂനത ഒന്നാണ് തന്റെ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ ഇടയാക്കിയത്. സ്തോത്രം ചെയ്യും. ജീവിതത്തിൽ ശാരീരിക ന്യൂനതകൾ പലപ്പോഴും ഭാരമുള്ളതായി ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, ജീവിതത്തിൽ ശാരീരിക ന്യൂനതയുണ്ടെങ്കിൽ അത് ദൈവത്തെ കാണുന്നതിന് മുഖാന്തരമാക്കി മാറ്റിയവനാണ് സക്കായി. സ്തോത്രം ചെയ്യും. താനും സാധാരണ മനുഷ്യരെ പോലെ പൊക്കമുള്ളവനായിരുന്നുവെങ്കിൽ ആ ജനത്തിന്റെ കൂടെ നടന്ന് യേശുവിനെ ജസ്റ്റ് ഒന്ന് കണ്ട് താനും തിരികെ പോകുമായിരുന്നു. പക്ഷേ തനിക്ക് പൊക്കം കുറവായിരുന്നു. അതുകൊണ്ട് യേശുവിനെ കാണുവാൻ കഴിയാതെ താൻ എന്ത് ചെയ്യുകയാണ്? വളരെ ഭാരപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഭാരപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്, എന്നാലും ഞാൻ യേശുവിനെ കാണാതെ പോകത്തില്ല, ഞാൻ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് താൻ മുന്നോട്ടോടിച്ചെന്ന് നാട്ടിലെ പ്രമാണിയാണ്, ധനികനാണ്. ഇദ്ദേഹം ഓടി ഒരു കാട്ടത്തിന്മേൽ കയറുന്നത് പക്ഷെ ഒരുപക്ഷെ ആരും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആരും കാണാതെ തന്നെ ജനത്തിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിട്ട് ദൂരെ ഓടി യേശു വരുന്ന ആ വഴിയായിരിക്കുമെന്നുള്ള ചിന്തയിൽ തന്നെ ഓടിച്ചെന്ന് ഒരു കാട്ടത്തിന്മേൽ കയറി ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവജനമേ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന അനുഭവത്തിൽ വേദപുസ്തകം 4-ാം വാക്യം വായിക്കുന്നു. നോക്കാൻ വേണ്ടി പ്രകാരമാണ് 4-ാം വാക്യം. മുന്നോട്ടോടി അവനെ
കാണേണ്ടതിന് കാട്ടത്തിന്മേൽ കയറി. ആ, യേശു ആ വഴിയായി വരികയായിരുന്നു. മതി. യേശു ആ വഴിയായി വരികയായിരുന്നു. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന വിഷയം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സക്കായി കണ്ട് അനുഭവിച്ചറിഞ്ഞ വിധങ്ങളാണ് നാം ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ വചനം പറയുന്നു, യേശു ആ വഴിയായി വരികയായിരുന്നു. ഏത് വഴിയായി വരികയായിരുന്നു? ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് താൻ ഓടി, മുന്നോട്ടോടി, പുരുഷാരത്തിന്റെ കണ്ണിൽ അകപ്പെടാതെ വേണം താൻ മുന്നോട്ടോടി ഒരു കാട്ടത്തിന്മേൽ കയറിയിരിക്കുന്ന ആ വഴിയായി യേശു വരികയായിരുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഈ വചനത്തിന്റെ വെളിച്ചത്തിലൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. സക്കായി ഒരു കാര്യം മനസ്സിലാക്കി, യേശുവിന് എന്റെ വഴിയെ അറിയാം. സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും വളരെ വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന് നമ്മുടെ വഴികളെ അറിയാം. നാം ഏത് വഴി പോയാലും എങ്ങനെ കടന്നു പോയാലും വചനം പറയുന്നു, സർവശക്തനായ ദൈവത്തിന് തന്റെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളുടെ വഴിയെ നന്നായി അറിയുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം ഇപ്രകാരമാണ്: നീതിമാന്റെ വഴിയെ യഹോവ അറിയുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ നീതിമാന്മാരായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടൊക്കെ ഇവിടെ ആയിത്തീരട്ടെ. എന്റെയും നിങ്ങളുടെ വഴിയെ കാണുന്ന ഒരു കർത്താവുണ്ട്, വഴിയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തു ആ വഴിയായി വന്നു എന്ന് പറഞ്ഞാൽ സക്കായി ഓടിപ്പോയി കാട്ടത്തിന്മേൽ കയറിയ അതേ വഴിയിൽ എന്ത് ചെയ്യുകയാണ്? യേശു അവനെ അന്വേഷിച്ചതുപോലെ തന്നെ ആ വഴിയെ കടന്നു വരികയാണ്. സ്തോത്രം ചെയ്തു. നമ്മുടെ വഴിയെ അറിയുന്ന കർത്താവാണ് യേശു. ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിരിക്കുന്ന ദൈവജനമേ, അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ ഇപ്രകാരം ഹല്ലേലൂയ തന്റെ 26-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വേദഭാഗം എഴുതുവാൻ തക്കവണ്ണം ഇവിടെ ആയിട്ടുണ്ട്. യെശയ്യാപ്രവാചകൻ 26-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം ഇപ്രകാരമാണ്: നീതിമാന്റെ പാതയെ യഹോവ ചൊവ്വായി തീർക്കുന്നു. ഇന്ന് രാത്രിയിൽ നീതിമാന്റെ പാതയെ അറിയുന്നവൻ, നീതിമാന്റെ പാതയെ ദൈവം എന്താക്കി തീർക്കും? ചൊവ്വ ആക്കി തീർക്കും. ചൊവ്വാബുധനല്ല, ചൊവ്വ എന്നുവെച്ചാൽ നല്ലതാക്കി തീർക്കും, അത് നേരാക്കി തീർക്കും. സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അപ്പോൾ ചൊവ്വാക്കി തീർക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ആ വഴിയിൽ എന്ത് കാണും? തടസ്സങ്ങൾ കാണുവാനൊക്കെ ഇടയായിത്തീരും. ആ വഴിയിൽ പ്രതികൂലങ്ങൾ കാണുവാൻ ഇടയായിത്തീരും. ഇത് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്റെയും നിങ്ങളുടെ ഈ പാതയെ അറിയുന്ന കർത്താവാണ്. അല്ലെങ്കിൽ ആ വഴി അറിയുക മാത്രമല്ല, ആ പാതയിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ മാത്രമേ മാറ്റിക്കൊടുത്ത് ചൊവ്വായ വഴിയിൽ നടത്തുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്ന് രാത്രിയിൽ നാം മറന്നു പോകുവാനിടയായിത്തീരുന്നത്. ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ആലപ്പുഴ പഠിച്ചത്. ചേന്നവരിൽ നിന്ന് ആലപ്പുഴ ഡ്രൈവിംഗ് പഠിച്ചോ തിരികെ പോകുവാൻ തക്കോട് ഇവിടെ ആയിട്ട് എന്നെ പഠിപ്പിച്ചത് ഇരിക്കുന്ന സഹോദരിയുടെ പ്രിയ ബിനു ബ്രദറാണ്. സ്തോത്രം. ഞാനിങ്ങനെ ഡ്രൈവിംഗ് പഠിച്ച് തിരികെ പോകുമ്പോൾ ഒരു ഉച്ചനേരം 12 മണിയായിട്ടോ ബൈക്കിൽ അങ്ങ് ഓടിച്ചു പോകുമ്പോൾ ഉച്ചയ്ക്ക് തീരദേശ റോഡിൽ വലിയ ആളൊന്നുമില്ല. അതുകൊണ്ട് ഒരു 60-65 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. ആ ദിവസങ്ങളിലൊക്കെ ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. അപകട മരണങ്ങൾ ദേശത്ത് എന്ത് ചെയ്യണം? മാറിപ്പോകണം എന്ന് പറഞ്ഞ് ശക്തമായ രാത്രിയുടെ യാമങ്ങളിൽ സഭാതലത്തിലൊക്കെ ഞങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തക്കമാണ് ഇവിടെ ആയിത്തീർന്നു. അങ്ങനെ 65 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഓടിച്ച് വരുമ്പോൾ എന്റെ തൊട്ട് മുൻപിൽ ഒരു എയ്സ് വണ്ടി പെട്ടെന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ചു. ഞാൻ വന്ന സ്പീഡിൽ ആ വണ്ടിയെ ഇടിച്ച് 3 പ്രാവശ്യം മേലോട്ട് പോയി കറങ്ങി വന്ന് എയ്സിനകത്ത് ഒരു ചാക്ക് സവോള ഉണ്ടായിരുന്നു. ആ സവോളയുടെ മേഖല ഞാൻ എന്റെ തലയിൽ നിന്ന് ഹെൽമെറ്റ് പോയിട്ടില്ല. വണ്ടിയുടെ ശബ്ദം കേട്ട് ജനം ഓടിക്കൂടി. സ്തോത്രം ചെയ്യുന്നു. അവർ വന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്.
ഇന്ന് രാത്രി ദിവസം എനിക്ക് ദൈവജനമെ ഓടിക്കുട്ടിയോടൊന്ന് ഒന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവർ നോക്കിയപ്പോൾ വണ്ടി എടുക്കാനുണ്ട്, വണ്ടി ഫ്രണ്ട് തകർന്നു പോകാനിടയായി. വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അവരെല്ലാവരും കൂടി വണ്ടി ഒരു കണക്കിന് പൊക്കി റോഡിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എന്നോട് ഇപ്രകാരം ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ ചർച്ചിലെ പാസ്റ്ററാണ്. ചുമ്മാതെയല്ല, അതിൽ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അവിടെ പറഞ്ഞത് ഇപ്രകാരം. ഓണത്തിന് സമയമാണ്, അതുകൊണ്ട് ഇവരൊക്കെ ഒരു കൂട്ടർ പറഞ്ഞു, അല്ലെങ്കിൽ പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഓണബമ്പർ എടുത്തു അത് അടിക്കുമെന്ന് പറയാം. താല്പര്യം ഒരാഴ്ച പറഞ്ഞതാണ്. പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, അല്ലെങ്കിൽ തന്റെ ഭക്തന്മാരുടെ പാതയെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളൊക്കെ ഏതൊക്കെ പാതകളിലൂടെ കടന്നുപോയാലും ശത്രു നമ്മെ ഇല്ലാതാക്കാൻ പദ്ധതി ഒരുക്കുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി കെണി ഒരുക്കുമ്പോൾ നമ്മുടെ പാതകളെ ചൊവ്വയായി തീർക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ വചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മുടെ പാതകളെ, നമ്മുടെ വഴികളെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാതകളെ, വഴികളെ അറിയുന്ന ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? അല്ലെ, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ച് അല്ലെ താൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ രണ്ട് ശിഷ്യന്മാർ അല്ലെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 22 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. 24-ാം അധ്യായം 22 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കല്ലറയ്ക്ക് ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അതിന് വായിക്കുന്നു, രണ്ട് ശിഷ്യന്മാർ, കർത്താവിന്റെ കൂടെ ജീവിച്ച രണ്ട് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് സ്തോത്രം ചെയ്ത് അവരെന്ത് ചെയ്യുകയാണ്? യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ അവർ ഭ്രമിച്ചു പോകാനിടയായി. അവർ ഭ്രമിച്ച് ഭാരപ്പെട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന യാത്രയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? അവരെ പിന്തുടർന്ന് ചെല്ലുക. ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവജനമേ, വിവിധ വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ട് ഭ്രമിച്ചു പോകുന്ന ആ ശിഷ്യന്മാരുടെ പാതകളെ അറിയുന്ന കർത്താവ് യേശു അവരെ എന്ത് ചെയ്യുകയാണ്? പിന്തുടർന്ന് ചെന്ന് അവരോട് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള വാഗ്ദത്തത്തിന്റെ വചനം പറഞ്ഞ് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ തക്കവനിടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിരിക്കുന്ന ദൈവജനമേ, വിവിധ വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരത്തോടെ ഞെരുക്കത്തോടെ നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ആരും നമ്മെ കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും അത് സർവശക്തനായ കർത്താവ് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പാതകളെ കാണുന്ന കർത്താവാണ്, നമ്മുടെ വഴികളെ കാണുന്ന കർത്താവാണ്. ഭ്രമിച്ചു പോകുന്നവരെ പിന്തുടർന്ന് ചെന്ന് വചനം പറഞ്ഞ് ഉറപ്പിച്ച് തിരികെ കൊണ്ടുവരുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ വചനം പറയുന്നു, യേശു നമ്മുടെ പാതകളെ അറിയുന്നതാണ്. യേശു നമ്മുടെ പാതകളെ അറിയുന്ന കർത്താവാണ്. ഹല്ലേലൂയ. സഖ്യവസ്ഥയുടെ കാര്യം മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എവിടെ ചെന്നാലും ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എവിടെ ഏത് വഴിയിൽ പോയാലും എൻ്റെ കർത്താവിനെ എന്ത് ചെയ്യും? പിന്തുടരും എന്ന് സക്കായിക്ക് മനസ്സിലായി. അല്ലെ, അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലെ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് എന്തറിയാം? നമ്മുടെ വഴികളെ അറിയാം. ഹൃദയത്തിൽ വേദനയോടെ ജനിക്കത്തോടെ കടന്നു വരുന്ന ഒരു വിധവയുണ്ട്. നയ്യന്റെ പട്ടണത്തിൽ തനിക്ക് ഏക ആശ്രയം ആയിരുന്ന തന്റെ ഏക മകൻ മരിച്ചു. അല്ലെങ്കിൽ ഒരു വിലാപയാത്രയായി പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ തകർന്ന ജീവിതത്തിൽ ഒരു പ്രത്യാശമില്ലാതെ നഷ്ടം മാത്രം ജീവിതത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് തകർന്നു വരുന്ന നയ്യന്റെ വിധവയുടെ പാതയെ വഴിയെ അറിഞ്ഞ് ആ വഴിയെ അന്വേഷിച്ച് ആ പട്ടണത്തിൽ ചെന്ന് തന്റെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തിരികെ കൊടുക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ വഴികളെ, നിന്റെ ജീവിതത്തിന്റെ വഴി അറിയുന്ന കർത്താവ് നിന്റെ പാതകളെ നേരെയാക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ യാത്രയിൽ നാം എന്ത് ചെയ്യേണ്ട? ഭാരപ്പെടേണ്ട.
ഹല്ലേലൂയ. കാരണം നമ്മുടെ വഴിയെ കർത്താവ് അറിയുക മാത്രമല്ല, അവൻ നമ്മുടെ പാതകളെ ചൊവ്വയായി നമ്മുടെ ഭാഗത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 4-ാം വാക്യം കഴിഞ്ഞ് 5-ാം വാക്യത്തേക്ക് അവൻ ആ സ്ഥലത്ത് യേശു ആ വഴിയായി വരികയായിരുന്നു. രണ്ടാമത് അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. ഇന്ന് രാത്രിയിൽ ദൈവത്തിനെ ഇരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം. ഇവനാരും കാണാതെ ഇരിക്കുക. കാട്ടത്തിന്മേൽ കയറി കാട്ടത്തിയുടെ ഇലയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന സക്കായി, എന്നെ ആരും കാണരുതെന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുമ്പോൾ അതിൽ വചനം പറയുന്നു, ആ കാട്ടത്തിയുടെ കീഴിൽ വന്നപ്പോൾ യേശു മേലോട്ട് നോക്കുവാൻ തക്കവണ്ണമായിരുന്നു. സക്കായിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു എന്നെ കാണുന്നതാണ്. ഏത് ഇലയുടെ മറവിലൊഴിച്ചാലും, അത് ജീവിതത്തിൽ എവിടെ പോയി നാം അതിൽ പതുങ്ങിയിരുന്നാലും, ഇന്ന് രാത്രി വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, കർത്താവിന്റെ കണ്ണിൽ നിന്ന് ഒരു മനുഷ്യന് മാറിയിരിക്കുവാൻ സാധ്യമല്ല. അവൻ എവിടെ ഒളിച്ചാലും, അവൻ എവിടെ ഓടി ഒളിച്ചാലും, ആ കാട്ടത്തിന്മേൽ കയറി ആ വൃക്ഷത്തിന്റെ ഇലയുടെ മറവിൽ ഒളിച്ചാലും, അല്ലെങ്കിൽ റൂമിനകത്ത് അടച്ചിരുന്നാലും, ഇന്ന് രാത്രി വചനം പറയുന്നു, എന്റെ കർത്താവ് എന്നെ കാണുവാൻ തക്കവണ്ണമായി കർത്താവ് നമ്മളെന്ത് ചെയ്യും? കാണും. രാത്രി കപ്പസരിയിരിക്കുന്ന ദൈവജനമേ, സക്കായി ചിന്തിച്ചത് അതിൽ ആരും കാരണം തന്റെ അതിരിക്കുന്ന ഒരു നാട്ടുപ്രമാണികളുടെ ധൈര്യനാണ്. അതുകൊണ്ട് അത് താൻ കയറിയിരിക്കുന്ന ആരും കാണരുതെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് കയറിയിരുന്നത്. പക്ഷേ ആരെയും കാണുമെന്ന് വിചാരിച്ചാലും കാണേണ്ടത് എന്ത് ചെയ്യും? രാത്രി ഇവിടെ ഇരിക്കുന്ന എന്നെ നിങ്ങളെ ആരും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് കാണുന്നുണ്ടോ? നമ്മുടെ കർത്താവിന്റെ കണ്ണിൽ നിന്ന് മാറി നടക്കുവാൻ ഇന്ന് രാത്രിയിലല്ല, ഒരു സമയത്തും നമുക്ക് സാധ്യമല്ല. കാണാൻ കഴിയുന്നത് വായിക്കുമ്പോൾ 13-ാം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വേദഭാഗം എഴുതി വെച്ചിരിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനാൽ ഹാഗാർ ഗർഭിണിയായി വാക്കിറങ്ങിയപ്പോൾ സാറായിക്ക് ഹാഗാർ ഒരു അനിഷ്ടയായി തീർന്നു. സാറായിയോടെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. പീഡനം സഹിക്കുകയാതെ ഹാഗാർ എന്ത് ചെയ്യുകയാണ്? ആ വീട് വിട്ടിറങ്ങുവാൻ തക്കവണ്ണയായി. വീട് വിട്ടിറങ്ങി മരുഭൂമിയിൽ വിടഞ്ഞ് നടക്കുമ്പോൾ അതിൽ വചനം പറയുന്നു, അതിന്റെ 13-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്ന 13 എന്നാൽ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് പറഞ്ഞു. തന്നോട് അരുളിച്ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അത് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ദൈവത്തിന്റെ ഒരു പേരാണ് എന്തോ? എന്നെ കാണുന്നു. ദൈവത്തിന്റെ പേരാ. ആകെ വിളിച്ച പേരാ. നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞോ, ദൈവമേ നീ കാണുന്നതെന്ന് പേർ വിളിച്ച് ദൈവത്തിന് ഒരു പേര് കൊടുക്കുകയാണ്. ഇത് രാത്രി ദൈവസന്നിധിക്കുന്ന ദൈവജനമേ, സർവശക്തനായ ദൈവം ഹാഗാറിനെ മരുഭൂമിയിൽ കണ്ടുവെങ്കിൽ ഇന്ന് രാത്രിയിൽ സക്കായി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. വൃക്ഷത്തിന്റെ ഇലയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ആര് കണ്ടു? യേശു കാണുവാൻ തക്കവണ്ണമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കത്ത് സന്നിധിക്കുന്ന ദൈവജനമേ, അതുകൊണ്ട് അത് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നിന്നും നമുക്ക് ഓടി ഒളിക്കുവാൻ സാധ്യമല്ല. അത് നാം എവിടെ പോയാലും നമ്മെ പിന്തുടരുന്ന ഒരു കണ്ണുണ്ട്. അത് ആ കണ്ണിന്റെ മുമ്പിൽ നമുക്ക് മാറി നിൽക്കുവാൻ സാധ്യമല്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത് 139 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം 7 മുതൽ 10 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. അത് യഹോവേ നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടെ പോകുവാൻ തക്കവണ്ണമായി. ഒരു ഉദാഹരണം 7 മുതൽ വേദഭാഗം അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗം. ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അടുത്ത് ചെന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സക്കായിയുടെ രണ്ടാമത്തെ കാഴ്ചപ്പാട് അവനെ കാണുന്ന ദൈവമാണ്. രാത്രിയിൽ കർത്തസന്നിധിക്കുന്ന ദൈവജനമേ, സക്കായി കണ്ടതുപോലെ തന്നെ തിരിച്ചറിഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഇരിക്കുന്ന ഞാനും നിങ്ങളും വളരെ വ്യക്തമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ കർത്താവ് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. കാണുന്ന കർത്താവാണ്. അല്ലെങ്കിൽ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ നഥാനയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നുണ്ട്.
പറയുന്നു. അതിൽ 1-ാം അധ്യായം വായിക്കുമ്പോൾ 47-48 വേദഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. നഥാനയേൽ എന്ന് പറയുന്ന വ്യക്തിയെ യേശു കണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ സംസാരിക്കുന്ന വിഷയം ഇതാണ്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവരിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥാനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഒരുത്തൻ കാട്ടത്തിന്മേൽ കയറി ഇടയിൽ ഒളിച്ചിരിക്കുന്നത് കണ്ട കർത്താവ് ഇവിടെ പറയുകയാണ്, നീ കാട്ടത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. വേദപണ്ഡിതന്മാർ പറയുന്നത് കാട്ടത്തിലെ അത്തിയുടെ കീഴിലിരിക്കുന്നത് അല്ലെങ്കിൽ യഹൂദന്റെ നിയമപ്രമാണപ്രകാരം അവർ ന്യായപ്രമാണം വായിക്കുന്നത് അത്തിയുടെ കീഴിലിരുന്നാണ് ന്യായപ്രമാണ പുസ്തകം വായിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതിനുവേണ്ടി യഹൂദന്റെ വീടുകളിൽ എല്ലാ വീടുകളിലും ഒരു അത്തി അവർ വെച്ച് പിടിപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു വിഷയമാണ്, അതിനെക്കുറിച്ച് കൂടുതൽ നാം ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ ന്യായപ്രമാണ പുസ്തകം വായിച്ച് അതിൽ അത്തിയുടെ കീഴിലിരിക്കുന്ന നഥാനിയേലിനെ കർത്താവിൽ നേരത്തെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇത് രാത്രി ദൈവത്തിന്റെ ഇരിക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളും ദൈവവചനമായിട്ട് അത് രാത്രിയുടെ യാമങ്ങളായിക്കൊള്ളട്ടെ, പകലായിക്കൊള്ളട്ടെ, ഭവനത്തിന്റെ അകത്തളത്തിലായിക്കൊള്ളട്ടെ, എവിടെ ഇരുന്ന് നാം ഈ വചനമായിട്ട് വായിക്കുന്നത് ആര് കാണുന്നുണ്ടോ? സർവശക്തൻ കാണുവാൻ തക്കവണ്ണയായിത്തീരും. പ്രാർത്ഥനാമുറിയിൽ നീ കഥകളച്ചിരിക്കുന്നത് ആര് കാണും? കർത്താവ് കാണുവാൻ തക്കവണ്ണയായിത്തീരും. ഇന്ന് രാത്രി മറ്റാരും കാണുന്നില്ലെങ്കിലും നിന്റെ വചന ധ്യാനത്തിലും നിന്റെ പ്രാർത്ഥനയിലും സർവശക്തന്റെ കണ്ണ് അവിടെ എത്തുവാൻ തക്കവണ്ണയായിത്തീരും. അതുകൊണ്ട് രാത്രിയിൽ എന്നെ കാണുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നവനായി വചനം ധ്യാനിക്കുന്നവനായി നിന്നാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗ്ഗം ഇറങ്ങി വരുവാൻ തക്കവണ്ണയായിത്തീരും. ദൈവത്തിന്റെ ജനമേ, ജീവിതത്തിൽ സക്കായി മനസ്സിലാക്കി ഞാൻ എവിടെ ഒളിച്ചാലും യേശുവിനെ എന്ത് ചെയ്യും? ഇപ്രകാരം കാണുന്നു. സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ വേദഭാഗം നോക്കാൻ കഴിയുന്ന വേദഭാഗം ഇപ്രകാരം മർക്കോസിൽ 12-ാം അധ്യായം 43-44 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് മറ്റൊരു കാഴ്ച കാണുന്നുണ്ട്. 43-44 വേദഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഇതാണ്, ധനാഢ്യന്മാരൊക്കെ വന്ന് ശ്രീഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കാൻ തക്കവണ്ണയായിരുന്നു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട് എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, എല്ലാവരും നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഓരോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും കിട്ടുമെന്ന് അവരോട് പറഞ്ഞു. രാത്രിയിൽ ദൈവത്തിലിരിക്കുന്ന ദൈവജനമേ, അതിലെ കർത്താവ് കാണുന്ന കർത്താവാണ്. നമ്മെ കാണുക മാത്രമല്ല, നമ്മുടെ ഇല്ലായ്മയെ കാണുന്ന കർത്താവാണ്. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ആ പൈസ കൊണ്ടുവന്ന് അവരുടെ ഉപജീവനം മുഴുവനായി കൊണ്ടുവന്ന് ആ ഭണ്ഡാരത്തിൽ ഇട്ട് അത് ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചയർപ്പിക്കുന്ന ഒരു അനുഭവത്തെ കണ്ടിട്ട് കർത്താവ് പറയുന്ന അവർക്കുള്ളത് മുഴുവൻ ചെയ്യുകയാണ്. അവരുടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ അതിലെ പേഴ്സിന്റെ അനുഭവം ആര് കാണുന്നുണ്ട്? ആര് കാണുന്നുണ്ട്? കർത്താവ് കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഭവനത്തിന്റെ അകത്തളത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അല്ലെങ്കിൽ നാളത്തെ ഒരു ആവശ്യം കാണാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, നിന്റെ സാഹചര്യത്തെ ആ കാണുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ ഞെരുക്കത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് കാണുക മാത്രമല്ല, അവൻ അതിൽ പ്രാതിനിധ്യം നടത്തുകയും ചെയ്യുന്ന കർത്താവാണ്. രാത്രി ദൈവത്തിലിരിക്കുന്ന ദൈവജനം. അതുകൊണ്ട് ആ വിധവയുടെ അത് ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകലതുമാണ് അവർ കൊണ്ടുവന്ന് ചെയ്തത്. ആ ഭണ്ഡാരത്തിൽ ഇടുവാൻ ഭവനത്തിൽ ഒന്നുമില്ലെന്ന് കർത്താവിനറിയാം. കർത്താവ് കാണുന്നത് ചെയ്യുന്നു. പിന്നത്തേതിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉള്ളത് മുഴുവൻ കൊടുത്തിട്ടിരിക്കുന്ന ഒരുത്തരും ചെയ്യാറില്ല. അത് നശിച്ചു പോയ ചരിത്രമില്ല. ആ ഭവനം പിന്നത്തേത് ദേശത്തുയർത്തിലേക്ക് മാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ നമ്മുടെ ഇല്ലായ്മകൾ ഞെരുക്കങ്ങൾ കാണുന്ന ഒരു കർത്താവുണ്ട് എന്ന് രാത്രി നാം തിരിച്ചറിയുവാൻ തക്കവണ്ണയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുക. ദൈവത്തിലേക്ക് ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം. തന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല.
ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആഴക്കടലിലൂടെ കടന്നു പോകുന്ന ഹല്ലേലൂയ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചതുർമ്മ പണത്തെ കണ്ടിട്ട് തന്റെ ശിഷ്യനോട് പറഞ്ഞ് ചൂണ്ടയിട്ട് ആ മീനെ പിടിക്കുവാൻ പറയുന്ന അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ആഴക്കടലിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ ഉള്ളിലിരിക്കുന്ന പണത്തെ പോലും കാണുന്ന കർത്താവിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കാണാൻ കഴിയില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ കടന്നു പോകുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, ഞാൻ കടന്നു പോകുന്ന ഞെരുക്കം ഏതുമായിക്കൊള്ളട്ടെ, ഏത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മെ തകർത്തുകളെന്ന് ഭാരപ്പെടുന്നുണ്ടോ ആ വിഷയത്തെ എന്റെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ നാം വിശ്വസിപ്പാൻ ലേഖനത്തിൽ ഇപ്രകാരം വേദഭാഗം എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം ഇപ്രകാരമാണ്: അവന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് പറയുന്നത്. സാക്ഷാൽ ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവിന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ അതുകൊണ്ട് അത് നാം എവിടെ പോയാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അല്ലെങ്കിൽ അപ്പത്തെ കർത്താവിന്റെ കണ്ണിൽ നിന്ന് നാം മാറുന്നില്ല. അത് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അപ്പത്തെ ഒന്ന് സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഈ കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുവാൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അഗ്നിമയമായ കണ്ണോട് കൂടിയ കർത്താവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, കർത്താവിനെ കാണുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുവാൻ ഇടയായിരിക്കുന്നത്. ഇത് രാത്രി കർത്തസഭയിരിക്കുന്ന ദൈവജനമേ, അതുകൊണ്ട് വചനം പറയുന്നു, നമ്മുടെ കർത്താവ് നമ്മെ കാണുന്നു, യേശു നമ്മെ കാണുന്നു. വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രകാരമാണ്. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായി വേഗം ഇറങ്ങി വാ. മൂന്നാമത് സക്കായിക്ക് മനസ്സിലായി, ഹല്ലേലൂയ സ്തോത്രം, ഈ കർത്താവ് എന്നോട് സംസാരിക്കുന്നു. ഈ കർത്താവ് എന്ത് ചെയ്യുന്നു, എന്നോട് സംസാരിക്കുന്ന പേര് വിളിച്ച് സംസാരിക്കും. വേഗം ഇറങ്ങി വാ. വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 115-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ജാതികളുടെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു. ജാതികളുടെ ദൈവങ്ങളെ കുറിച്ച് പറയുന്ന ഓർക്ക് അതിന്റെ സ്തോത്രം കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, മൂക്കുണ്ട് മണക്കുന്നില്ല, വായുണ്ട് സംസാരിക്കുന്നില്ല, തൊണ്ട കൊണ്ട് സ്വരം പുറപ്പെടുവിക്കുന്നില്ല, കൈ കൊണ്ട് സ്പർശിക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ജാതികളുടെ ദേവീ ദേവന്മാർ ആ നിലകളിൽ രൂപവിഗ്രഹങ്ങളായി ഇരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരാണ്? എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. മനസ്സിലായി, മറ്റു ദൈവങ്ങളെ പോലെയല്ല, മറ്റു വ്യക്തിത്വങ്ങളെ പോലെയല്ല, മറഞ്ഞിരുന്നാലും പേര് വിളിച്ച് സംസാരിക്കുന്ന ഒരു കർത്താവാണ് യേശു എന്ന് തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ഈ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, ദൈവത്തിന്റെ ശബ്ദം നാം എന്ത് ചെയ്യണം? കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കാൻ തക്കവണ്ണമേ. ഇന്ന് രാത്രി കർത്തസഭയിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ വചനം വായിക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ തന്നെ നോക്കി ഒന്ന് ശോധന ചെയ്യണം. ഞാൻ കർത്താവിൽ നിന്ന് ശബ്ദം കേട്ടിട്ട് എത്ര ദിവസങ്ങളായി? അവന്റെ ശബ്ദം കേൾക്കുവാൻ, യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ, യേശുവുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി സ്തോത്രം ചെയ്യുന്നു ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യട്ടെ. കർത്താവിൽ നിന്ന് നേരിട്ടൊരു ശബ്ദം, അത് പ്രവചനമായിക്കൊള്ളട്ടെ, അത് വചനമായിക്കൊള്ളട്ടെ, അത് നേരിട്ടുള്ള ശബ്ദമായിക്കൊള്ളട്ടെ, ഏത് വിധത്തെങ്കിലും കർത്താവിൽ നേരിട്ട് ഇടപെടലുണ്ടായിട്ട് എത്ര ദിവസമായെന്ന് എന്നെ കുറിച്ച് ഞാൻ ശോധന ചെയ്യണം, നിങ്ങളെ കുറിച്ച് നിങ്ങൾ ശോധന ചെയ്യുവാനൊക്കെ വേണ്ടവരെ ആയിത്തീരണം. സംസാരിക്കുന്നത് യേശു എന്ത് ചെയ്യും? നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. പൗലോസേ, കർത്താവ് സംസാരിക്കുമോ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് പോയി
ഈ സംസാരിക്കുമെന്ന് പൗലോസിനെ വിളിച്ചാൽ പൗലോസ് ഇപ്രകാരം പറയും. അപ്പോസ്തലൻ പത്രോസ് 26-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. 26-ാം അധ്യായം 13 മുതൽ വേദഭാഗം വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവിടെ എപ്രകാരം ഒരു സാക്ഷ്യം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. 13 മുതൽ വേദഭാഗം, 26-13 മുതൽ വേദഭാഗം. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്, ഉള്ളിന്റെ നേരെ ഉദയിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്ന കർത്താവേ എന്ന് ഞാൻ ചോദിച്ചത്, കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. യേശുവിന്റെയും സംസാരിക്കും, നമ്മോട് സംസാരിക്കും. അത് ദൈവിക പദ്ധതിയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഏത് വ്യക്തിയോടും കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കാൻ തക്കവനായിട്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിനെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അതിന് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കർത്താവിന്റെ സാക്ഷിയായി ദേശത്തിൽ നിൽപ്പാൻ സ്വർഗം നമ്മെ തെരഞ്ഞെടുത്ത് ദേശത്തിൽ നിലനിർത്തിയിരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന് എന്നോട് നിന്നോട് സംസാരിക്കാനുണ്ട്. ആ സംസാരം കേൾപ്പാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വചനം പറയുന്നു, യേശു നമ്മോട് സംസാരിക്കാൻ തക്കവനായിട്ട്. യോഹന്നാനോട് യോഹന്നാൻ പറയും, പത്മോസിന്റെ ഏകാന്തതയിൽ ഞാൻ നഷ്ടപ്പെട്ടു പോയെന്ന് തിരിഞ്ഞ അനുഭവിച്ചോ ശാരീരിക സകലത നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു നാദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അഗ്നിജോലക്കത്തിൽ കണ്ണോട് കൂടിയ കർത്താവിനെ ഞാൻ കാണുവാൻ തക്കവനായിരുന്നു. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു നമ്മോട് സംസാരിക്കാൻ തക്കവനായിരുന്നു. യേശുവിനെയും നമ്മോട് സംസാരിക്കും. ഇന്ന് രാത്രി എത്ര പേര് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്? എത്ര നാളായി, എത്ര മാസമായി, വർഷങ്ങളായി ശബ്ദം കേൾക്കാതിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവജനെ സ്തോത്രം ചെയ്ത് കർത്താവിന്റെ പേരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പ്രതികൂലങ്ങൾ ഒന്ന് വരും, പ്രതിസന്ധികൾ വരും, വിമർശനങ്ങൾ വരും, കുറ്റങ്ങൾ പറയുവാൻ നിൽക്കണോ വേണ്ടയെന്ന പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവർക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവേ ഇനി എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് രാത്രി ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി നാം നെടുവേർപ്പെടുമ്പോൾ നമ്മോട് സംസാരിക്കാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നോടും നിന്നോടും ഇനിയും സംസാരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിൽ വിവാഹത്തിന് വേണ്ടി ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ച് കാത്തിരിപ്പാൻ തക്കവണ്ണമായിരുന്നു. ദൈവത്തിന്റെ സ്വപ്നത്തിൽ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരിന്റെ ശബ്ദത്തിൽ കേൾപ്പിക്കാൻ തക്കവണ്ണമായിരുന്നു. ആ സഹോദരിയെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്? വിവാഹം കഴിക്കാൻ പേരിനെ കേൾപ്പിക്കാൻ കഴിയും. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് ദൈവജനമേ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടുന്ന സമയങ്ങളിൽ വചനം പറയുന്നു, കർത്താവ് നമ്മോട് എന്ത് ചെയ്യും? സംസാരിക്കും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സുപരിചിതമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് ആടുകൾ അവന്റെ ശബ്ദം ചെയ്യും, അറിഞ്ഞ് അവനെ അനുഗമിക്കുവാൻ തക്കവണ്ണമായിട്ട്. അപ്പോൾ ഇടയൻ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആടുകളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നാം ആരുടെ ശബ്ദം കേൾക്കും? ഇടയന്റെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണമായിട്ട്. ഇടയൻ നമ്മൾ സംസാരിക്കേണ്ട ഇന്ന് രാത്രി ദൈവത്തിനെ സ്തോത്രം ചെയ്യും. കർത്താവ് നമ്മോട് സംസാരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ രണ്ടാമത് ജനിച്ച കുഞ്ഞിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിലും ചിലർക്കെങ്കിലും അറിയാൻ സാധിക്കും. അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തല വലുതായി, ഉടൽ വലുത്, തല വലുത്, കാല് ചെറുത്, കൈ ചെറുത്, വായുന്ന ഈന്തയൊഴുക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി പലരും വിമർശിപ്പാൻ തക്കവണ്ണമായിട്ടുണ്ട്. പലരും കുറ്റം പറയുവാനിടയായിട്ടുണ്ട്. അഹങ്കാരത്തിന് കിട്ടിയതാണെന്ന് പറഞ്ഞു, അല്ലെ പാരമ്പര്യം വിട്ട് പോയതിന് തന്നതാണെന്ന് പറഞ്ഞു,
അങ്ങനെ 100 വാക്കുകളുടെ മധ്യത്തിൽ അത് എന്ത് ചെയ്യണമെന്ന് അതറിയാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കഴിഞ്ഞപ്പോൾ അത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സഹോദരങ്ങളുടെയും സഭാവിശ്വാസികളുടെയും വാക്കുകളുടെ മുമ്പിൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ അതിന്റെ മധ്യത്തിൽ ആര് സംസാരിക്കും? ഇടയൻ സംസാരിക്കും. ഇന്ന് രാത്രി ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പൈതല് നമ്മുടെ ഒരു വിഷയം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ പ്രതികൂല വാക്കുകൾ നാം കേൾപ്പാൻ തക്കവണ്ണയായിത്തീരും. സമൂഹത്തിന്റെ നാനാ വശങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? ജനം സംസാരിക്കാൻ തക്കവണ്ണയായിത്തീരും. പക്ഷെ അതിന്റെ മധ്യത്തിൽ ആരോട് സംസാരിക്കും? ഇടയനോട് സംസാരിക്കാൻ തക്കവണ്ണയായിത്തീരും. ഈ വാക്കുകളുടെ മധ്യത്തിൽ ഇടയന്റെ ശബ്ദം കേൾപ്പാൻ നീ എന്ത് ചെയ്തോളാം? നീ നിന്റെ ചെവിയെ ഒന്ന് കൊടുക്കുവാൻ തക്കവണ്ണയായിത്തീരും. മനുഷ്യന് പറയുവാൻ ഒത്തിരി ഉദാഹരണങ്ങൾ, ഒത്തിരി അഭിപ്രായങ്ങൾ കാണും. പക്ഷേ വിളിച്ചു വേർതിരിക്കപ്പെട്ടവനും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അവനും സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. രാത്രിയിൽ യേശു നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതെന്താണ്? ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞു ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, എഴുന്നേറ്റ് നടക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദൈവം നേരിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടപെട്ടു. അവൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റാണ്. രാത്രിയിൽ കർത്തസന്നിധിയിലിരിക്കുന്ന ദൈവജനമേ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം തന്നിട്ടോ, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു കുഞ്ഞിനെ തന്നിട്ടോ, അല്ലെങ്കിൽ എന്താണ് കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, അവൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഏറ്റെടുത്ത ഫലം ഇതാണ്, അവൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇടയനത് പറഞ്ഞെങ്കിൽ അതിന് വ്യത്യാസം വരികയില്ല, അത് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ ഭാരപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ദേവദാസനെ നിങ്ങൾ ഭാരപ്പെട്ട് യാത്ര ചെയ്യുന്നു, നിങ്ങളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണല്ലേ? ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നു, ദൈവാത്മാവ് പറയുന്നു. ഞാൻ പറഞ്ഞത് ഭാരപ്പെടുന്നു. കുഞ്ഞ് നടക്കത്തില്ല എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. ഞാൻ പറഞ്ഞത് മെഡിക്കൽ സയൻസ് പറയുന്നു കുഞ്ഞ് നടക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവൾ ആരാധന മധ്യത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ. രാത്രി ദൈവത്തിന്റെ ഇരിക്കുന്ന ദൈവജനമേ, കുഞ്ഞ് നടക്കത്തില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ, അല്ലെങ്കിൽ അവൾ അതൊരു നിന്ദയായി സമൂഹത്തിന്റെ മധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ, അതിന്റെ മധ്യത്തിൽ അഭിപ്രായങ്ങളുടെ മധ്യത്തിൽ ആർക്ക് സംസാരിക്കാനുണ്ടോ? യേശുവിന് സംസാരിക്കാനുണ്ടോ? യേശുവിന്റെ ആത്മാവ് പറയുകയാണ് അവൾ ആരാധന മധ്യത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ. രാത്രി സന്നിധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞങ്ങൾ ഏറ്റെടുത്ത വാക്കെന്ന് പറയുന്നത് അവൾ ആരാധന മധ്യത്തിൽ എഴുന്നേറ്റ് ചെയ്യും. അഭിപ്രായങ്ങൾ പലത് പറയുന്നുണ്ടോ? പക്ഷേ ഇടയൻ പറഞ്ഞ വാക്ക് ഞങ്ങൾ ഏറ്റെടുക്കാനിടയായി. ഇന്ന് രാത്രി ഞങ്ങൾ ഉപവസിച്ചു, 3 ദിവസം ഉപവസിച്ചു, 7 ദിവസം ഉപവസിച്ചു, 21 ദിവസം ഉപവസിച്ചു. ആ ദിവസങ്ങളിൽ നീണ്ട ഉപവാസങ്ങൾ വെച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ മാറി മാറിയിരിക്കാനിടയായിരുന്നു. കുഞ്ഞിനെ ഞങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് കിടത്തി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തെ പാടിയാകാൻ സ്തുതിപ്പാനിടയായിരുന്നു. അന്യഭാഷ ശക്തമായി ആരാധിച്ചു. പക്ഷെ നീണ്ട 3.5 വർഷക്കാലം ഒരനക്കവും കുഞ്ഞുണ്ടായില്ല. രാത്രി അതിനുശേഷം ഞങ്ങൾക്ക് 3ാമതൊരു കുഞ്ഞ് ജനിച്ചു. 2 കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് പായിൽ കിടത്തിക്കൊണ്ട് അതിൽ സാധാരണ ഒരു സഭായോഗം നടക്കുമ്പോൾ ചെയ്യും. രാത്രിയിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പറയട്ടെ, ഇടയൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കാൻ. അത് സാധാരണ സഭായോഗത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ പാട്ടുപാടി, ഞാൻ കണ്ണടച്ച് പാട്ടുപാടി വീട്ടിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ സഹോദരിയോട് കണ്ണടച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആരാധന മധ്യത്തിൽ അവൾ എഴുന്നേറ്റ് നടന്നു എന്റെ അടുക്കൽ സംസാരിക്കുന്ന ദൈവമാണ്. ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ, വേദനകൾ, കഷ്ടതകൾ വന്നു കഴിയുമ്പോൾ അതിന്റെ മധ്യത്തിൽ തകർന്നു പോകരുത്. അതിന്റെ മധ്യത്തിൽ ഇടയൻ നിന്നോട് സംസാരിക്കുന്ന സംസാരം കേട്ടോ, വാചനം കേട്ടോ, വാക്ക് കേട്ടോ, ഉറപ്പ് പ്രാപിപ്പാനൊക്കെ വന്നവരെയായിത്തീരണം. അതുകൊണ്ട് സഹായിക്ക് മനസ്സിലായി, ആരും എന്നോട് സംസാരിച്ചില്ലെങ്കിലും എന്റെ കർത്താവിനോട് നീ സംസാരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒന്നാമത് മനസ്സിലായി അത് യേശുവാരാണ്, എന്റെ വഴി അറിയുന്നവനാണ്. രണ്ടാമത് ഞാൻ എവിടെ വിളിച്ചിരുന്നാലും എന്നെ കാണുന്നതാണ്. മൂന്നാമത് ആരും എന്റെ പ്രതികൂലത്തിൽ സംസാരിക്കാൻ വന്നില്ല, കർത്തതയിൽ ആരും അറിഞ്ഞില്ല. എന്നോട് സംസാരിക്കുവാൻ ഒരു കർത്താവുണ്ട്. യേശു നമ്മുടെ സംസാരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. വായിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞ പ്രകാരമാണ് എന്റെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് സക്കായിയെ അല്ലെ 4ാമത്തെ കാര്യം മനസ്സിലായി. അല്ലെ പല ദേവന്മാരും ഇരിക്കുന്നിടത്തിരിക്കുമ്പോൾ
കർത്താവായ യേശു ക്രിസ്തു അവൻ നമ്മുടെ ഭവനത്തിൽ വരുന്നു. ഇന്ന് രാത്രി ദൈവജനമേ, ഇവിടെ വചനം പറയുന്ന ഇപ്രകാരമാണ്: സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലയിടങ്ങളിലും പലരും ഒക്കെ ഇരിപ്പുണ്ട്. അവരെല്ലാം അവിടെ പോയി ചെയ്യണം. എന്ത് ചെയ്യണം? അവിടെ പോയി കാണണം. അവിടെ പോയി കണ്ടാലേ പ്രസാദം ലഭിക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരുന്ന കർത്താവ്. ഏത് വ്യക്തിയുടെ ജീവിതത്തിലും, ഏത് കുറവുള്ളവന്റെ ജീവിതത്തിലും രാത്രി വചനം പറയുന്നു, അവൻ കടന്നു വരും. അവന്റെ ഭവനത്തിൽ യേശുവിനെയും കടന്നു വരുവാൻ പറ്റണം ഇടയായി സ്തോത്രം ചെയ്യുന്നു. പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 21-ാമത്തെ പതിപ്പ് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം പ്രകാരമാണ്. പുസ്തകം 21-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം പ്രകാരമാണ്: ആരൊക്കെ ദൈവസന്നിധിയിൽ കടന്നു വരരുത് എന്ന് അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, ഗുണ്ടൻ, മൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണ്ണൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. ഈ പറയപ്പെട്ട ഒരൊറ്റ വ്യക്തി കൂടി ഇവിടെ വരരുത്. ദൈവസന്നിധിയിൽ ഇംഗ്ലീഷ് പുള്ളൻ എന്നാ പറയും. പുള്ളൻ, പൊക്കം കുറഞ്ഞവൻ, ഇവരെവിടെ വരരുത്? ദൈവസന്നിധിയിൽ വരരുത്. ദൈവം വിലക്ക് കൽപ്പിച്ചിരിക്കുന്നതാണ്. ഇത്രയും വ്യക്തികളെ വിലക്ക് കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് അല്ലെ ദൈവത്തിനെ കടന്നു വരുവാൻ നിയമം അനുശാസിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ അന്വേഷിച്ച് കർത്താവ് അവന്റെ വീട്ടിൽ പോകുകയാണ്. രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ വരരുതെന്ന് നിയമം വിലക്കിയിരിക്കുന്നവന്റെ ഭവനത്തെ അന്വേഷിച്ച് കണ്ടെത്തി കർത്താവ് പറയുകയാണ്, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ എന്ത് ചെയ്യണം? വിശ്രമിക്കേണ്ടതാകുന്നു, ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സക്രിയോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് തകർച്ചയിലും ഏത് ന്യൂന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആരും നമ്മുടെ ഭവനത്തിൽ ഒരുപക്ഷെ വരാൻ മടിക്കുമായിരിക്കാം. ഒരു കുഷ്ഠരോഗത്തിന്റെ അനുഭവമാണോ, ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവമാണോ, ജീവിതത്തിൽ രോഗം വന്നിട്ടോ അല്ലെങ്കിൽ വ്രണങ്ങൾ നിറഞ്ഞോ അല്ലെങ്കിൽ മണം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണോ, ഒരുപക്ഷെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ഇന്ന് രാത്രി വചനം പറയുന്നു, ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലും അതിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? അവൻ ഭവനത്തിൽ വരുന്ന കർത്താവാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ഭവനത്തിന്റെ അകത്തളത്തിൽ അത് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളോട് ഇന്ന് രാത്രി വചനത്തിൽ പറയട്ടെ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഭവനത്തിന്റെ അകത്തളത്തിൽ ഭവനത്തിന്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല വരുന്നത്, ഭവനത്തിന്റെ പരാജയത്തെ നോക്കിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അവിടെ വചനം പറയുന്നു, അതിൽ പൊക്കക്കുറഞ്ഞ് കുള്ളനായിരിക്കുന്നവന്റെ ഭവനത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? യേശു അന്വേഷിച്ച് ചെയ്യുന്ന അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെയ്യുകയാണ്. രാത്രിയിൽ കർത്തസന്നിധിയിരിക്കുന്ന ദൈവജനമേ, അതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഭവനത്തിൽ വരുന്ന കർത്താവ്. യേശു നിന്റെ ഭവനത്തിൽ വരുന്നു. പറയും, കർത്താവായ യേശു ക്രിസ്തു എന്റെ ഭവനത്തിൽ നിന്ന് എന്റെ മരിച്ച മകളെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണയായിരുന്നു. മാർത്തയും മറിയും പറയും, അല്ലെങ്കിൽ എന്റെ സഹോദരൻ മരിച്ചിരുന്നു, കർത്താവിന്റെ ഭവനത്തിൽ വന്ന് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, എന്റെ സഹോദരനെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണയായിരുന്നു. പത്രോസിനോട് ചോദിച്ചാൽ പറയും, പത്രോസ് പറയും, എന്റെ ഭവനത്തിൽ നിന്ന് എന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണയായിരുന്നു. ഇതെല്ലാം ആശ്ചര്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഭവനത്തിൽ ചെന്ന് ചെയ്തതാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അതിൽ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. അതിൽ വചനമാംസവൻ ജഡമായ അവതരമെടുത്ത് പറയുന്നു, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, വചനം എന്ത് ചെയ്യുക? നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി വചനമാകുന്ന ക്രിസ്തു ഹല്ലേലൂയ, സ്തോത്രം, എവിടെയാണെങ്കിലും എന്ത് ചെയ്യും? ഇറങ്ങി വരുവാൻ തക്കവണ്ണയായിരിക്കും. ഇന്ന് രാത്രി എവിടെയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആ ദൈവത്തിന്റെ വചനമാകുന്ന വചനത്തിന്റെ ശക്തി അത് ഏത് ഭവനത്തിന്റെ അകത്തളത്തിലും അത് ശക്തിയോടെ വെളിപ്പെടുവാൻ തക്കവണ്ണയായിരിക്കും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വചനം പറയുന്നു, ആ ഭവനത്തിന്റെ അകത്തളത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റുകയില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ ചെയ്യാം, അവിടെ കാണുന്ന ചെന്ന് വിടുതൽ നൽകുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതിനെ സ്തോത്രം ചെയ്യുന്ന വചനം പറയുന്നു, ഞങ്ങൾ വചനത്തെ വിടുവിക്കുന്നു എന്നാണ്. ആശ്ചര്യമായിട്ട് ഭവനങ്ങളിൽ പോയി വിടുതൽ കൊടുത്തെങ്കിൽ ഇന്ന്
രാത്രി വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു വചനമായി വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിനകത്തുള്ളത് വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവത്തിന്റെ മൈതലെ, നിന്റെ തലമുറയെ കുറിച്ച് നീ ഭാരപ്പെടുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ തകർന്ന അനുഭവത്തെ കുറിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ഭാരപ്പെടുന്നെങ്കിൽ, ആർക്കും അവിടെ കടന്നു ചെല്ലുവാൻ പറ്റുകയില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ വചനമാകുന്നവർ അവിടെ കടന്നു ചെന്ന് അവരുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി ഈ വചനം ആത്മാവിനെ ഏറ്റെടുത്താൽ ദൈവവചനത്തിന്റെ ശക്തി ഭവനത്തിന്റെ അകത്തിലായിക്കോട്ടെ, എവിടെയുള്ള പ്രതികൂലമുള്ളതോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുകയാണ്? അത് ശക്തമായി കടന്നു ചെല്ലുന്ന സ്ഥാനത്ത് അത് കടന്നു ചെന്ന് തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ മൈലുകൾക്ക് അപ്പുറമുള്ള വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് വിടുതൽ സംഭവിച്ച അനേക ചരിത്രങ്ങളുണ്ട്. അവിടെ ആരും നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പറയുന്ന വചനത്തിന്റെ ശക്തി അവിടെ എന്ത് ചെയ്യുകയാണ്? വിടുതലായി വെളിപ്പെട്ട് അതിൽ രക്ഷ പ്രാപിച്ച വ്യക്തി ജീവിതങ്ങളുണ്ട്. അതിൽ ജോലിക്ക് തടസ്സമായിരുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജോലി ലഭിച്ച സാഹചര്യങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച ആത്മാവിൽ വചനത്തെ ഏറ്റെടുത്ത് വചനത്തിന്റെ ശക്തിയേക്ക് വിടുതൽ കിട്ടി തലമുറകളിൽ ലഭിച്ച അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ അനേകം പറയുവാനുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൈവജനമേ, അതുകൊണ്ട് നമ്മുടെ കർത്താവ് എവിടെ വരും? അവൻ ഭവനത്തിൽ വരുന്ന ദൈവമാണ്. ആരും കടന്നു വരുവാൻ അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന സാഹചര്യമാണെങ്കിലും, നിയമങ്ങൾ പക്ഷേ നമ്മുടെ ഭവനത്തിൽ വരാൻ തടസ്സം കൽപ്പിച്ച അനുഭവമാണെങ്കിലും, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, കർത്താവിനതൊരു തടസ്സമല്ല. കർത്താവ് വരുവാൻ തീരുമാനിച്ചാൽ കർത്താവ് ഭവനത്തിന്റെ അകത്തിടത്തിൽ വന്ന് തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ഇടയായിരിക്കും. രാത്രി ദൈവജനമേ, അതിൽ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ 19-10-11 വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സഖ്യത്തിന്റെ ഭവനത്തിൽ വന്നു. 10-11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഭാഗ്യപ്രകാരമാണ്, കാണാതെ പോയതിൽ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിൽ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിൽ സമീപിച്ചിരിക്കുകയാലും ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ വീടിന്റെ രക്ഷ വന്നു. കർത്താവായ യേശു ക്രിസ്തു ഭവനത്തിൽ വന്നിരുന്നുണ്ട്. അല്ലെങ്കിൽ രാത്രി ദൈവസന്നിധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ എന്താ കാരണം? നമ്മുടെ ഭവനത്തിൽ വന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. രാത്രിയിൽ ആ രക്ഷ പ്രാപിച്ച അതിന് ദൈവജനമായി ഇതിനകത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം രക്ഷ പ്രാപിച്ചിരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചാൽ കർത്താവ് ഏത് സ്ഥലത്തിനെയും കർത്താവ് സ്തോത്രം ചെയ്ത് തന്റെ വചനത്തെ വിടുവിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വചനം ചെല്ലുന്നിടത്ത് രക്ഷ നടക്കുവാൻ പാപത്തിൽ നിരക്ഷയായിരിക്കാം, രോഗത്തിൽ നിരക്ഷയായിരിക്കാം, ശാപത്തിൽ നിരക്ഷയായിരിക്കാം. ഏത് വിധത്തിലാണോ ആ തകർക്കപ്പെടുവാൻ വിശ്വാസി പദ്ധതി ഒരുക്കിയിരിക്കുന്നതോ ആ അനുഭവത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവ് യേശു ക്രിസ്തു ചെന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ തക്കവണ്ണയായിരിക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ഭവനത്തിന്റെ കേന്ദ്രത്തിൽ ഏത് വിഷയത്തിലാണോ വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെ ഒന്ന് മനസ്സിൽ വിശ്വാസത്താൽ ഏറ്റെടുത്തിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ അതിന്മേൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകലിൽ വെളിപ്പെടുവാൻ പറയുന്നു. ക്രിസ്തുവേശു ഒരു സ്ഥലത്ത് ചെന്നാൽ, ഒരു ഭവനത്തിൽ ചെന്നാൽ അവിടെ എന്തുണ്ട്? രക്ഷ ദൈവം കൽപ്പിക്കുവാൻ. രാത്രിയിൽ വിവിധ വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരത്തോടെ ഇരിക്കുന്ന ദൈവം തന്നെ നാം ഭാരപ്പെടുന്ന വിഷയത്തിൽ നമുക്ക് രക്ഷ കൽപ്പിക്കുവാൻ സാധ്യമല്ല, നമുക്ക് വിടുതലെടുക്കുവാൻ സാധ്യമല്ല. പക്ഷേ അതിന്റെ മധ്യത്തിൽ വിടുതൽ തരുവാൻ, രക്ഷ തരുവാൻ, അല്ലെങ്കിൽ ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ പറയുന്നു, അല്ലെങ്കിൽ ഏത് ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നാണെങ്കിലും നമ്മെ വിടുവിപ്പാൻ കഴിവുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇത് രാത്രിയിൽ ആ യേശു സഖ്യത്തിന്റെ ഭവനത്തിൽ ചെന്നു, ആ ഭവനത്തിൽ എന്ത് വന്നു? രക്ഷ വരുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി സഖ്യശേഷുവിനെ കണ്ട വിധങ്ങളാണ് നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത്. സഖ്യശേഷുവിനെ കണ്ടത് ഒന്ന്, അവന്റെ പാതയെ വഴിയെ അറിയുന്ന കർത്താവ്. രണ്ട്, ഞാൻ എവിടെ വിളിച്ചിരുന്നാലും എന്നെ കാണുന്ന കർത്താവ്. മൂന്ന്, അവൻ എന്നോട് സംസാരിക്കുന്ന കർത്താവ്.
നാല് എൻ്റെ ഭവനത്തിൽ വരുന്ന കർത്താവ് എന്നാൽ വെറുതെ പോയിട്ടില്ല. ആ കർത്താവ് ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെയും രക്ഷ കൽപ്പിച്ച് എന്നെ സ്വതന്ത്രമാക്കുവാൻ ഇന്ന് രാത്രിയിൽ ഈ യേശുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച ദൈവമകാലമുള്ള മറ്റുള്ള വ്യക്തി ജീവിതങ്ങളെ പോലെയല്ല, ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ അനുഭവത്തിലേക്ക് യേശു ക്രിസ്തു നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രി വചനം പറയുന്നു, ആ കർത്താവിന് നാം നന്ദിയോടെ സേവിച്ചു കൊള്ളുവാൻ തക്കവണ്ണയായി തീരണം. ആ വചനത്തിൽ കേട്ടതുപോലെ അത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവിന്റെ ശബ്ദം കേൾപ്പാൻ നാം ദൈവത്തിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണയായി തീരണം. അതിൽ നമ്മെ കാണുന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണയായി തീരണം. അതിലെ പ്രതികൂല സാഹചര്യങ്ങൾ ദുഷ്ടം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെക്കുമ്പോൾ എന്റെ പാതയെ ചുമക്കുന്ന കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണയായി തീരണം. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി അവസരം കുടുംബത്തോട് നന്ദി അറിയിച്ചോ ദൈവത്തിന്റെ നിവചനങ്ങളാൽ ദൈവം